ഹായ് എവരിവൺ, എല്ലാവർക്കും ഗീതാസ് വേളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലത്തെ ഫുഡും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നതാണ്. അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോ കാണണേ. സാമ്പാറിന് കടുക് വറുക്കാൻ പോവാണ് കേട്ടോ. കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ, 2 മുളക്, കറിവേപ്പില. സാമ്പാർ വെച്ചത് വീഡിയോ പിടിക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ. കടുക് വറുത്തതിന് ശേഷം ഞാൻ കുറച്ച് സാമ്പാർ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാനൊരു സൂത്രം ചെയ്യാനാണ് കേട്ടോ. ശർക്കര പൊടിച്ചത് ഇടുന്നുണ്ട് കുറച്ച്. ഈ മത്തങ്ങ ഇല്ലായിരുന്നു, മത്തങ്ങ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ ശർക്കര ഉള്ളപ്പോഴും ഒരു കഷ്ണം ഇടാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ സാമ്പാർ വെച്ചതിന് ശേഷം കടുക് വറുത്തതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ നെയ്യില്ല, അതുകൊണ്ട് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് ശർക്കര ഇടരുത്. എൻ്റെ തുമ്പ് വശം ഞാനൊന്ന് പൊടിച്ചങ്ങോട്ട് ഇട്ടു. നല്ല രസമായിരിക്കും. തിളച്ചിട്ടുണ്ട്. ഞാൻ അതിലോട്ട് പകർത്താൻ പോകണത്. ഞാൻ ഏത് കറിയിലായാലും കടുക് വറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടച്ചു വയ്ക്കും. അതതിൻ്റെ മണമൊക്കെ പുറത്ത് പോകാതെ അതിൽ തന്നെ ആവണം. നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ദോശ ഉണ്ടാക്കാൻ പോവാണ്. സാമ്പാറൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അമ്മ എണിക്കുമ്പോഴേക്കും ദോശ ഉണ്ടാക്കണം. പണ്ടത്തെ ഒരു കൽച്ചട്ടിയാണ് കേട്ടോ ഇവിടെ കാരണവന്മാരൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഞാനിപ്പോൾ ഇതിൽ ചെയ്യും. അത് നല്ല പെട്ടെന്ന് ഇളകിപ്പോരും. ഞാൻ എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ഒരു ചെറുത് ഉണ്ടാക്കി നോക്കും. ഒരു ട്രയലാണ് കേട്ടോ. കുഴപ്പമില്ല, ഇളകുമെന്ന് എനിക്കറിയാം. എന്നാലും ഒന്നൊരു ചെറിയൊരു ഞങ്ങളൊരു 4-5 ദോശ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അമ്മയ്ക്ക് 2 എണ്ണം, എനിക്ക് ചിലപ്പോൾ ഞാൻ 2 എണ്ണം, ചിലപ്പോൾ 3 എണ്ണം കഴിക്കും. ഞാൻ അമ്മയ്ക്ക് കൊടുക്കട്ടെ ആദ്യം. അമ്മയ്ക്ക് കൊടുത്തു. അമ്മയ്ക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കി കൊടുക്കണം. കട്ടൻ പകർത്താണ്. അമ്മ അമ്മയുടെ മുറിയിലിരുന്നാണ് കേട്ടോ ഒന്ന് കഴിക്കുന്നത്. ചില ദിവസം അമ്മ അങ്ങോട്ട് വരില്ല ഹാളിലോട്ട്. ഞാൻ കുടിക്കുക. ഞാനവിടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അമ്മ കഴിക്ക്. ഞാൻ ഒരു ദോശയും കൂടി ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. അത് തരാം. കൂട്ടുകാരോട് ഒന്നും പറയാനില്ല അമ്മക്ക്? അവര് ചായ കുടിച്ചോന്ന് ചോദിക്ക്. കാപ്പി കുടിച്ചോ? എന്തായിരുന്നു പലഹാരം? അമ്മ കഴിക്കട്ടെ എന്ന് പറ. അമ്മ കഴിക്കട്ടെ. അമ്മ കഴിച്ചോ? അമ്മ കഴിക്കുന്നത് അവർക്ക് സന്തോഷാ. അമ്മ കഴിക്ക. അമ്മക്ക് ഞാൻ പോലെ ഇരുന്ന് കഴിക്കാനേ പറ്റുള്ളൂ. അമ്മ പതുക്കെ കഴിച്ചാ മതി. എവിടെ പോവാനില്ലല്ലോ. എൻ്റെ മക്കള് കഴിക്ക. ഞാനിവിടെ ദോശ ഉണ്ടാക്കിയിട്ട് വരട്ടെ? വേഗമായോ. അമ്മക്ക് സാമ്പാർ ഇഷ്ടമാണല്ലേ അമ്മ? സാമ്പാർ ഇഷ്ടമല്ലേ? ഏറ്റവും ഇഷ്ടം എന്താണ്? ചിക്കനും മീനല്ലേ? അല്ലേ? ചിക്കനും മീനല്ലേ? ചിക്കനും മീനല്ലേ ഏറ്റവും ഇഷ്ടം? കൂട്ടുകാരെ, അമ്മയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മെമ്മറി പോവും. അപ്പം അമ്മ എന്നെ മറക്കും, അമ്മ അമ്മേനെ മറക്കും. ഇന്നലെ എന്തുണ്ടായി അമ്മ എൻ്റെ അടുത്ത് വന്ന് എന്താ ചോദിച്ചേ? ഇവിടുത്തെ അമ്മ എന്തേന്ന്. പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുക എൻ്റെ മരുമോളെന്തേ അല്ലേ അമ്മ? ഇടയ്ക്ക് മെമ്മറി പോയിട്ട് ഞാനും അമ്മ നല്ല സീനാണ്. വിഷമാണ്. കാരണം വാതിലടച്ചിടും. അമ്മയുടെ മുറിയിൽ അമ്മേനെ അടച്ചിടല്ല കേട്ടോ. ഞാൻ ഹാളിൽ വാതിലടയ്ക്കും. അവിടെ ഗ്രില്ലൊക്കെ ലോക്ക് ചെയ്യും. അപ്പം അമ്മ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ അമ്മ?
സോഡിയം കുറയുന്ന പറയണേ, മരുന്ന് കഴിച്ചിട്ടൊന്നും ശരിയാവുന്നില്ല. എത്ര വയസ്സുണ്ട് അമ്മ? അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? അയ്യപ്പോ നമുക്ക് വയസ്സ് 96 അല്ലേ? 100 വയസ്സൊക്കെ കഴിഞ്ഞു വിടാവേ. 100 വയസ്സൊന്നും കഴിഞ്ഞിട്ടില്ല. ആധാറിൽ 1930 അപ്പോൾ 96 ആയുള്ളൂ. 100 വയസ്സാവട്ടെ, നമുക്ക് ആഘോഷിക്കണം കേട്ടോ. എല്ലാവരും വിളിച്ച് ആഘോഷിക്കാം കേട്ടോ. ആ, നമ്മുടെ ദിനേശൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാ ആൾക്കാരെയും വിളിച്ചിട്ട് നമുക്ക് ചെയ്യണമെന്നത്. അപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കണ്ട നമുക്ക്. ഇതുപോലൊക്കെ കഴിച്ചാൽ മതിയോ? ചോറൊക്കെ ഒരു ഇത്തിരി കഴിക്കുള്ളൂ. ഞാൻ എന്നിട്ട് ചോദിക്കാം അമ്മയുടെ അടുത്ത്, അമ്മ വല്ല കിളിയോ ഉറുമ്പോ അങ്ങനെയാണോന്ന്. അല്ലേ അമ്മ? മീൻ കൂട്ടാനാണ് വലിയ ഇഷ്ടം. ആ, മീൻ കൂട്ടാൻ വേണം. കുറച്ച് ചിക്കനും, വേറെ ഒന്നും കഴിക്കില്ല അല്ലേ? സമയത്തിന് കഴിക്കണ ആൾക്ക്. ഞാനും അമ്മ ഒരുമിച്ചിരുന്നാണ് കേട്ടോ കഴിക്കാറ്. ഇന്നിപ്പോൾ ഞാൻ അമ്മയ്ക്ക് നേരത്തെ കൊടുത്തു, കാരണം അമ്മയ്ക്ക് വിശക്കുന്നുണ്ട്. അമ്മ മരുന്നൊക്കെ കഴിച്ച് കിടക്കുന്ന ആളാണ്. അപ്പോൾ ഇന്ന് ഇത്തിരി നേരം വൈകിയാണ് എണീറ്റത് അമ്മ. എല്ലാം ചൂടായി പോയി, കാരണം ശരിയാവുന്നില്ല. പിന്നെ മീൻ കിട്ടിയിട്ടുണ്ട്, അയില. അത് കറി വയ്ക്കണം. അപ്പോൾ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മീൻ വെട്ടാൻ വയ്ക്കണം. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ. നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.